ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ, ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് വളരെ നല്ല എനർജിയാണ്. ഏസ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. ഏസ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടില്ലേ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു തുടക്കം വരികയാണ്. ഈ ഒരു തുടക്കം എന്ന് പറയുന്നത് കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വരുന്നുണ്ട്. ഈ ഒരു ദൈവാനുഗ്രഹത്തോടു കൂടി നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ചുറപ്പിച്ച് ഒരു ആവേശത്തോടു കൂടിയൊക്കെ മുന്നോട്ട് വരണം, എനിക്ക് വിജയിക്കണം എന്നൊക്കെയുള്ള ആ ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് വരികയാണ് ഇവിടെ. അതിനായിട്ട് ഇവിടെ ഒരു കമ്പ് നാട്ടുകയാണ്. നാട്ടുന്നതിന് മുൻപേ, ആ കമ്പ് നാട്ടുന്നതിന് മുൻപേ തന്നെ ഇവിടെ പൂക്കൾ വിടർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ ആവേശത്തിൻ്റെതായ പൂക്കളാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ആ ലക്ഷ്യമാണിത്. പലപ്പോഴും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തുടങ്ങുന്നതിന് മുൻപായിട്ട് പലരോടും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കും. ഒരിക്കലും അത് പാടില്ല. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടോ, അത് നിങ്ങൾ സാധ്യമാക്കി കഴിഞ്ഞതിന് ശേഷം, നിങ്ങൾക്കത് സാധിച്ചു കിട്ടിയതിന് ശേഷം മാത്രം മതി മറ്റുള്ളവരോട് പറയുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവർ അറിഞ്ഞോട്ടെ, ലോകം അറിയുന്നത് പിന്നീട് മതി. അല്ലാതെ നിങ്ങളത് തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഞാൻ വിളിച്ചു കൂവി പറഞ്ഞുകൊണ്ടല്ല ചെയ്യേണ്ടത്. അത് ഓരോ കാര്യത്തിനും അതിൻ്റെതായ സന്ദർഭമുണ്ട്. ആ സന്ദർഭവും സാഹചര്യം അനുസരിച്ച് വേണം ചെയ്യാൻ. യൂട്യൂബ് ചാനൽ തുടങ്ങുക, നിങ്ങൾ പലരോടും വിളിച്ചു പറയേണ്ട കാര്യമില്ല. നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുക. അതൊരു സക്സസ്സിലേക്ക് എത്തുമ്പോൾ അത് നിങ്ങൾ പറയാതെ തന്നെ മറ്റുള്ളവർ അറിഞ്ഞോളും. അല്ലാതെ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ ആ എനർജി ഡൗൺ ആക്കുക, അതുപോലെ തന്നെ ദൃഷ്ടിദോഷം സംഭവിക്കുക, അസൂയ ഉണ്ടാവുക മറ്റുള്ളവരിൽ നിന്നും, ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് എനർജീസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പരാജയത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്. മനസ്സിലായി? ഇവിടെ നിങ്ങളൊരു പ്രവൃത്തി തുടങ്ങുന്നു, ഒരു പ്രവൃത്തിക്ക് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ്. അതിവിടെ വളരെയധികം ആവേശത്തോടു കൂടി തന്നെയാണെന്ന് കാണുന്നുണ്ട്. വളരെയധികം നിങ്ങൾ കോൺഫിഡൻ്റ് ആവണം ഈ ഒരു കാര്യത്തിൽ. നിങ്ങളിതിവിടെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങുകയാണ്, അതിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് കോൺഫിഡൻസ് ആണ്. ഞാനിതിൽ സക്സസ് ആവും, ഞാനിത് മുന്നോട്ട് വരും എന്ന് തീർത്തും മനസ്സുകൊണ്ട് ഉൾക്കൊള്ളണം. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ശരിയാകുമോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. നെഗറ്റീവ് തോട്ട്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനേ പാടില്ല. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ആ ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് നിങ്ങൾ ആ പ്രവൃത്തി ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്കത് സക്സസ്സിലേക്ക് പോകും. ജീവിതത്തിൻ്റെ ഒരു തുടക്കം നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അടുത്തായിട്ട് വന്നിരിക്കുന്നത് 5 ഓഫ് വാൺസ് ആണ്. കണ്ടില്ലേ, കടിപിടി കൂടുന്നു. എന്തോ മത്സര പരീക്ഷയിലാണ് നിങ്ങൾ. ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് കടിപിടി കൂടാം. അതുമല്ല ആർഗ്യുമെന്റ്സ് ആണ്. മനസ്സിലായോ? അതുമല്ല നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുമല്ല നിങ്ങളെ എക്സാമിനേഷൻ, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾ ജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ കടിപിടി കൂടുന്നുണ്ട്. പലരും 4 പേരും ഇവിടെ കടിപിടി കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരാളിവിടെ ജയിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. കണ്ടില്ലേ? അപ്പൊ ഇവിടെ ഈ ഒരു മത്സര പരീക്ഷയിൽ ജയിക്കാനായിട്ട് നിങ്ങൾ ആവേശത്തോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് വരാൻ സാധിക്കും. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് വരാൻ സാധിക്കും. നിങ്ങൾ അതിനായിട്ട് പ്രയത്നിക്കണം. നിങ്ങൾ കൂടുതൽ എനർജി ഇവിടെ വേസ്റ്റ് ആക്കണം. എന്നിട്ടാണ് നിങ്ങൾ ഇവിടെ മുന്നോട്ട് വരുന്നത്. ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾ വിജയിക്കണമെങ്കിൽ അവിടെ കുറച്ച് എനർജി വേസ്റ്റ് ആവും.
എന്നാൽ മാത്രമേ അതിനൊരു ഫലവും റിസൾട്ടും കിട്ടുകയുള്ളൂ. മുന്നോട്ട് വരാനുള്ള ആ ഒരു ഊർജം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് എനർജി വേസ്റ്റ് ആക്കുക തന്നെ വേണം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ അങ്ങനെയൊന്ന് കാണുന്നുണ്ട്. ഇനി അടുത്ത നമുക്ക് കപ്പിൻ്റെ എനർജിയാണ്. ആദ്യത്തെ രണ്ട് കാർഡ്സും നമുക്ക് വാൺസിൻ്റെ എനർജി ആണെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് 3 ഓഫ് കപ്സ്, മൂന്നാമത്തെ നമ്പർ കാർഡ് വന്നിരിക്കുന്നത് കപ്പിൻ്റെ എനർജിയാണ്. ഇവിടെ നിങ്ങൾ ഇമോഷണലി ഒരുപാട് ഹൈ എനർജിയിലാണെന്ന് കാണുന്നുണ്ട്. എന്താണ് ഇവിടെ? ആഘോഷിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തൊക്കെയോ സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. മനസ്സിലായി? ഇനി അതിനിടയ്ക്ക് ഇവിടെ നമ്മളിപ്പോൾ ഒരു ജനറൽ റീഡിംഗ് അല്ലേ, ഇവിടെ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണെങ്കിൽ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ സന്തോഷിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നു. പല കാര്യങ്ങളിൽ ഇന്ന് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു. മനസ്സിലായ? പല കാര്യങ്ങളിലും ഇന്ന് ചിലപ്പോൾ ആരുടെയെങ്കിലും വിവാഹം നടക്കാം. അതുമല്ല എങ്കിൽ ആരെങ്കിലും എക്സാമിനേഷന് വിജയിച്ച അതിൻ്റെതായ സന്തോഷം പങ്കിടുക. അതുമല്ല ചിലപ്പോൾ ജോലി ലഭിച്ചതിൻ്റെ എനർജി ആവാം. എന്തെങ്കിലും പുതിയ ചില കാര്യങ്ങൾ തുടങ്ങുന്നില്ല, ഇവിടെ പുതിയ ചില കാര്യങ്ങൾ തുടങ്ങുന്നുണ്ടല്ലോ, അതിൻ്റെതായ സെലിബ്രേഷനും ആവാം. അപ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സന്തോഷിക്കാനുള്ള എനർജി ഉണ്ട്. അതുമല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരാൻ അങ്ങനെയും കാണുന്നുണ്ട്. അങ്ങനെയും നിങ്ങളൊന്ന് സെലിബ്രേറ്റ് ചെയ്യാം ജീവിതം. അപ്പോൾ അത്തരത്തിലുള്ള എനർജിയിലാണ് ഇന്നത്തെ ദിവസം എന്ന് കാണുന്നുണ്ട്. ഇമോഷണലി ഹൈ എനർജിയാണ് ഇന്നിവിടെ. ഇവിടെ 10 ഓഫ് സോഡിന്റെ എനർജി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? 10 ആണ് നമ്പർ 10. ഇവിടെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കണ്ടില്ലേ, ഇവിടെ പരാജയമാണ്. കഴിഞ്ഞ റീഡിങ്ങിൽ നമുക്ക് ഇത്, ഈ അടുത്ത കാലത്തൊക്കെ ഈ റീഡിങ്ങിൽ നമുക്കിത് വരുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പരാജയം സംഭവിച്ചിട്ടുണ്ട്, എവിടെ നിന്നോ ഒരു ചീറ്റിങ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ചക്രാസൊക്കെ ബ്ലോക്ക് ആയിരിക്കുന്നു. ആരോഗ്യം തീരെ ഇല്ലാത്ത ഒരവസ്ഥ, ആരോഗ്യം ഒരുപാട് നഷ്ടപ്പെട്ട ഒരവസ്ഥ. അത് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടാകും, എന്തെങ്കിലും അപകട സാധ്യത അല്ലെങ്കിൽ അപകടം സംഭവിച്ചിട്ട് നിങ്ങൾ ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലായിരിക്കാം. ചിലപ്പോൾ ഏതെങ്കിലും അസുഖം ബാധിച്ച് ട്രീറ്റ്മെന്റിലാവാം. അപ്പോൾ അതുമല്ല പൈസ വാങ്ങിച്ചിട്ട് തരാതിരിക്കുന്ന എനർജി ഉണ്ടാവാം. അതുമല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ച വ്യക്തികൾ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവാം. മനസ്സിലായി? അത്തരം ചില എനർജിയാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ ഒരുപാട് അനുഭവിക്കുകയില്ല. കാര്യം നമ്പർ 10 ആണ്. ഇവിടെ ഇത് അവസാനിച്ചു. ഇതിവിടെ തീർന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു കർമ്മ നിങ്ങൾ അനുഭവിക്കേണ്ടതാണ്. പക്ഷെ ഇതിവിടെ തീർന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഇനി ഒരു തുടക്കത്തിലേക്ക് വരാൻ കഴിയുന്നു. ഇവിടെ വെളിച്ചം വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇരുട്ടിലാണ്, പക്ഷെ ഇവിടെ വെളിച്ചം വരുന്നുണ്ട്. നിങ്ങൾ വെളിച്ചത്തിലേക്ക് പോകും. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ ഒരു സക്സസിലേക്കാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു പരാജയമാണെങ്കിൽ ഇവിടെ 11 വന്നിട്ടുണ്ട്, 11 വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു പരാജയത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സക്സസിലേക്ക് വരാനുള്ള വഴി കാണുന്നുണ്ട്. വഴി ഓപ്പൺ ആയിരിക്കുന്നു ഇവിടെ. അതുകൊണ്ട് ഒരു കാരണവശാലും വിഷമിക്കേണ്ട, മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ 4 ഓഫ് സോഡിന്റെ എനർജിയാണ്. 4 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് മാനസികമായ വിഷമം കൂട്ടിക്കൂട്ടി വെക്കുവാണ്. ഇവിടെ ഓവറായിട്ട് തിങ്ക് ചെയ്യുകയാണ്. ഈ ഓവർ തിങ്കിങ് എന്തിനുള്ളതാണ്? ഓവർ തിങ്കിങ്ങിൽ ഉൾപ്പെടുന്നത് എപ്പോഴും നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവ് ഇമോഷൻസും ആണ്. അല്ലാതെ മുന്നോട്ട് സക്സസിലേക്ക് വരാനുള്ള വഴിയല്ല ഇവിടെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലായ്പ്പോഴും ഇത്തരത്തിലുള്ള ഓവർ തിങ്കിങ് ജീവിതത്തിൽ നിങ്ങൾക്ക് വരുമ്പോൾ അതിനെ ഒഴിവാക്കണം. എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മാറി നിങ്ങൾ കുറച്ചു നേരം ആത്മീയതയിലേക്ക് ശ്രദ്ധിക്കുക. അതാണ് വേണ്ടത്. കാരണം ഈ ഭൗതികമായ ആ ലോകത്താണല്ലോ തീർച്ചയായിട്ടും വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം വരുന്നത്. ആത്മീയതയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ സ്പിരിച്വലി കണക്ട് ആകുമ്പോൾ ഇത്തരത്തിലുള്ള വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല. ഓവർ തോട്ട്സ് ഒന്നുമില്ല.
വരുന്നത് വരട്ടെ, സധൈര്യം നേരിടാം എന്നുള്ള ചിന്ത മാത്രമാണ് അപ്പോഴും ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ സ്പിരിച്വലി കണക്റ്റ് ആവാനുള്ള ശ്രമം നടത്തണം. കുറഞ്ഞ പക്ഷം നിങ്ങൾ മെഡിറ്റേഷൻ എങ്കിലും ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടത്തണം എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ചിന്തകൾ ഒഴിവാകും. ഓവർ തിങ്കിങ്ങിൽ നിന്നും എല്ലായ്പ്പോഴും രക്ഷപ്പെടേണ്ട അത്യാവശ്യ കാര്യമാണ്. ഇത് നിങ്ങളെ പരാജയത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തീർത്തും അതിനെ അവഗണിക്കണം. വേണ്ട, അങ്ങനെയുള്ള കാട് കയറിയുള്ള ചിന്ത വരുമ്പോഴെന്താണ്, എനിക്ക് വേണ്ട, ഇനി ഞാൻ ഇതിൽ നിന്നും മോചിതനാവുന്നു എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ച് മുന്നോട്ട് ചാടി എഴുന്നേൽക്കുകയാണ് വേണ്ടത്. വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പുസ്തകങ്ങൾ വായിക്കാം, നല്ല നല്ല സ്പീച്ചുകൾ കേൾക്കാം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. എത്രയോ നല്ല നല്ല വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്ന, നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രചോദനം വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് അതെന്തെങ്കിലും കേൾക്കാം. അല്ലാതെ എപ്പോഴും ഇങ്ങനെ ഓവറായിട്ട് തിങ്ക് ചെയ്ത് ഞാനൊരു പരാജിതനാണ്, ഇങ്ങനെ നിരന്തരം ഇത് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് പരാജയമാണ് വരാൻ പോകുന്നത്, എനിക്കൊരു വിജയം ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകത്തില്ല, ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. മനസ്സിലായി? ഇവിടെ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ്. സാമ്പത്തികം വരുന്നുണ്ട് നിങ്ങളിലേക്ക്. അല്ലെങ്കിൽ ആർക്കെങ്കിലും സാമ്പത്തികം വന്നുകൊണ്ടിരുന്നതാണ്, പക്ഷേ ഇതിവിടെ സ്റ്റക്കായി. ഇവിടെ ഈ ഒരു വാഹനം നിങ്ങൾക്ക് ദൂരെ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ നല്ലപോലെ വരുമാനം ഉണ്ടായിക്കൊണ്ടിരുന്ന് കാണും. അതിവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റക്കായിട്ടുണ്ടാവണം. കാരണം വാഹനം ഇവിടെ നിന്നിരിക്കുകയാണ്. സാമ്പത്തികം വന്നിരുന്നതാണ്, നിങ്ങൾക്കത് ആ ഒരു ഫ്ലോ അങ്ങ് കുറഞ്ഞു പോയതുപോലെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളിലൊക്കെ നിങ്ങൾ നല്ലതുപോലെ അടിവെച്ച് നിങ്ങൾ വിജയിച്ചുകൊണ്ടേ ഇരുന്ന സാഹചര്യം ഉണ്ടാവാം. പക്ഷെ ഈ ഒരു സമയത്ത് അത് കുറച്ചങ്ങ് ഡൗൺ ആയിരിക്കുന്നു എന്ന്, ആ ഒരു മണിയുടെ ഫ്ലോ കുറഞ്ഞതുപോലെയാണ് ഇവിടെ കാണുന്നത്. ഇത് മുന്നോട്ട് വരുന്തോറും ഇത് ശരിയാകും എന്ന് വിശ്വസിക്കുക. മനസ്സിലായോ? എല്ലാം ശരിയാകും എന്നുള്ള വിശ്വാസം ഉള്ളിൻ്റെ ഉള്ളിൽ കൊടുക്കണം, സബ് കോൺഷ്യസ് മൈൻഡിൽ കൊടുക്കണം. ഐ ആം സക്സസ്, ഐ ആം അബണ്ടന്റ്, എന്നിലേക്ക് വരും, എല്ലാം എന്നിലേക്ക് വരും. പല വഴികളിലൂടെയും പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു നിരന്തരം. ഇതൊക്കെയാണ് പറയേണ്ടത്. അപ്പോൾ മനസ്സിന് ശാന്തമാകും. അങ്ങനെ മനസ്സിനെ ശാന്തമാക്കി വെക്കാൻ എപ്പോഴും ശ്രമിക്കണം. ഇവിടെ 4 ഓഫ് കപ്സ് ഇല്ലായ്മകളിലാണ് ശ്രദ്ധിക്കുന്നത്. ഇല്ലാത്തത് മറ്റെന്തോ തേടുകയാണ് ഇവിടെ. എന്തിനെയോ തേടുന്നുണ്ട് മനസ്സ്, അത് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഇമോഷണലി ഡൗൺ ആണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധ ഇല്ലാതിരിക്കുന്നു. ശ്രദ്ധ ഇല്ല ഇവിടെ. ഈ ശ്രദ്ധയില്ലായ്മയിൽ ഡിവൈൻ ഒരു ഗിഫ്റ്റ് കൊണ്ടുവരുന്നുണ്ട്, അതുപോലും കാണാതെ പോകുന്നു. ശ്രദ്ധയുള്ള ആൾക്കാരാണ് ജീവിതത്തിൽ വിജയിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരു ലക്ഷ്യസ്ഥാനം മനസ്സിൽ കണ്ടോ, അവിടെ ഒരു ശ്രദ്ധ കൊടുക്കണം. എപ്പോഴും അതങ്ങനെ ഉണ്ടാവണം. മനസ്സിലായി? ആ ശ്രദ്ധയിലേക്ക് എനിക്ക് പോകണം. ആ ശ്രദ്ധിച്ചിരിക്കുന്ന കാര്യത്തിലാണ് നിരന്തരം ഇങ്ങനെ ചിന്തകൾ ഉണ്ടാവുന്നത്. അവിടെയാണ് ഒരു സക്സസ് വരുന്നത്. ഇവിടെ ഒന്നും കാണാതെ കേൾക്കാതെ പോകാൻ പാടില്ല. മനസ്സിലായോ? പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. ഇവിടെ അവസരങ്ങളാണ്. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളോട് പ്രണയം തുറന്നു പറയാനുമുള്ള സാഹചര്യമുണ്ട്. നമുക്ക് പ്രണയം എന്ന് പറയുമ്പോൾ പല തരത്തിലുണ്ട്. ആണും പെണ്ണും തമ്മിലുള്ള ആ സ്നേഹത്തിന് മാത്രമല്ല പ്രണയം എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങളോട് പ്രണയമുണ്ട്. നമ്മുടെ വീടിനോട് നമുക്ക് പ്രണയമുണ്ടല്ലോ. നമ്മളുടെ ദേഹത്തോട് തന്നെ, നമ്മളുടെ സൗന്ദര്യത്തോട് തന്നെ നമുക്കൊരു പ്രണയം ഉണ്ടാകാമല്ലോ. അല്ലെങ്കിൽ നല്ല ആരോഗ്യത്തിലാണെങ്കിൽ നമുക്ക് ആ ആരോഗ്യത്തിനോടൊരു പ്രണയം ഉണ്ടാവാം. പല കാര്യങ്ങളോടും നമുക്ക് പ്രണയം ഉണ്ടാകാം. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ ദിവസം നിങ്ങളെ നയിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. പല അവസരങ്ങൾ വരാം, ജോലിക്കുള്ള അവസരങ്ങൾ വരാം. അതുമല്ല എങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞുപോയ പാർട്ട്ണർ നിങ്ങളിലേക്ക് വരാം. അതുമല്ലെങ്കിൽ നഷ്ടപ്പെട്ട എന്തോ ഒന്ന് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള എനർജിയും ഉണ്ടാകാം. ഇനി അതുമല്ല, ആരെങ്കിലും എന്തെങ്കിലും ചിലപ്പോൾ നിങ്ങളോട് പിണങ്ങി പോയിരിക്കുന്നവർ, എന്താണ് അതിന്റെ കാരണമെന്ന് തുറന്നു പറയാനുള്ള എനർജി ഉണ്ടാവാം. മനസ്സിലായി? അത്തരത്തിലുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു ഭാഗ്യത്തിന്റെ ദിവസമാണ് ഇന്നെന്ന് കാണുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങളും വന്നു ചേരാനുള്ള ഒരു ഭാഗ്യമുണ്ട് എന്ന് കാണുന്നുണ്ട്.
ചിലപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിലാവാം, മറ്റ് സ്നേഹത്തിന്റെ കാര്യത്തിലും ആകാം. നിങ്ങൾക്കൊരു ഭാഗ്യമുള്ള ദിവസമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്ന് കാണുന്നുണ്ട്. സാമ്പത്തികം, ടു ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. സാമ്പത്തികത്തെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ, നമ്പർ 2 ആണ്. ഒന്ന് കോംപ്രമൈസ് ചെയ്ത് പോകണം. ചില ആൾക്കാരുമായിട്ടാവാം, ചില സാഹചര്യങ്ങളുമായിട്ടും ആകാം. സമ്പത്തിന്റെ എനർജി ഉണ്ട്, പക്ഷേ ഇതിന് ഇവിടെ കുറച്ചൊന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. കാരണം കയ്യിലുള്ളത് കൊണ്ട് ഒന്നും സാധിക്കുന്നില്ല. വരുമാനത്തിലധികം ചെലവാണ്. അത് മനസ്സിലാക്കണം. നിങ്ങളത് മനസ്സിലാക്കി കുറച്ചും നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ ബുദ്ധിയെ ഒന്ന് കൺട്രോൾ ചെയ്യുക. അല്ല എങ്കിൽ അത് സമചിത്തതയോടെ നിങ്ങൾ മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യ കാര്യമാണ്. ബുദ്ധി കൂടുതൽ പ്രവർത്തിപ്പിക്കണം. മനസ്സിലായോ? അല്ല എന്നാൽ മാത്രമേ ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ ബാലൻസിങ് നടക്കുകയുള്ളൂ എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് അതിന് സാധിച്ചേക്കാം. നിങ്ങൾ അതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം തൊട്ട് ഞാൻ സാമ്പത്തികപരമായിട്ട് ബാലൻസ് ചെയ്ത് പോകാൻ പോകുന്നു എന്ന് എഴുതി വെക്കുക. എന്നിട്ട് കണക്ക് കൂട്ടുക, വരുമാനത്തെ കണക്ക് കൂട്ടുക, ചെലവിനെ കണക്ക് കൂട്ടുക, എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് ബാലൻസ് ചെയ്യുക. മനസ്സിലായോ? അങ്ങനെ ഇന്ന് തൊട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അതിനുള്ള അവസരം നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ടെമ്പറൻസ് ആണ്. ഇവിടെ അതുപോലെ തന്നെ ഈക്വലായിട്ട് ഗീവ് ആൻഡ് ടേക്ക് ചെയ്ത് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടില്ലേ, ഇവിടെ അങ്ങോട്ട് കൊടുക്കാനും ഇങ്ങോട്ട് വാങ്ങിക്കാനും, ഇവിടെ ജീവിതത്തിന്റെ നല്ലൊരു ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാണിത്. അപ്പോൾ ഈ ഒരു സമയത്ത് ദൈവാനുഗ്രഹം കൂടുതലായിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇതൊരു മേജർ അർക്കാന കാർഡാണ്. ടെമ്പറൻസ് എന്ന് പറയുന്നത് ബാലൻസിങ്ങിന്റെ കാർഡാണ്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വിജയിച്ചു നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കരയിലൂടെയും വെള്ളത്തിലൂടെയും. ഒരു കാൽ കരയിലാണെങ്കിൽ ഒരു കാൽ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ ഒരേപോലെ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ കരയിലൂടെ ആയാലും വെള്ളത്തിലൂടെ ആയാലും നിങ്ങൾക്ക് ഒരേപോലെ ജീവിതത്തിൽ പോകാൻ സാധിക്കും എന്നുള്ളതാണ്. സക്സസ് നേടിയെടുക്കാൻ സാധിക്കും. എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ശ്രമിക്കുന്നുണ്ട്. ഇതിനായിട്ട് ഈ ശ്രമം ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് നിങ്ങളെ പ്രോസ്പെറിറ്റിയിലേക്കും ഐശ്വര്യത്തിലേക്കും ഒക്കെ നയിക്കുന്നതാണ്. ഐശ്വര്യത്തിലേക്കും സമൃദ്ധിയിലേക്കും. അതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ മുന്നോട്ട് വരിക എന്നാണ്. സണ്ണിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നമ്പർ 1 ആണ്. ഇവിടെ നിങ്ങൾക്ക് 111 വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ദ സൺ കാർഡ് ഉണ്ടല്ലേ. ഇവിടെ ഒരുപാട് സന്തോഷങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ചിലപ്പോൾ ആരെങ്കിലും പുതിയ വീടിനെ കുറിച്ച് ചിന്തിക്കുന്നത് അത് സഫലമാകുന്ന എനർജി ആവാം. പുതിയ വീട്ടിലേക്ക് ഒരു താമസമാകാം. ഇനി അതുമല്ലെങ്കിൽ ചിലപ്പോൾ വിവാഹം നടക്കുന്ന എനർജി, കുട്ടികളുടെ ജനനമാകാം. നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജിയെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്ന് അതിലൊരു സക്സസ് നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് പ്രിയപ്പെട്ടവരാകാം. പുതിയ ചില കാര്യങ്ങൾ, ജീവിതത്തിന്റെ ഒരു തുടക്കം വരികയാണ്. നിരാശാജനകമായ ആ ജീവിതത്തിൽ നിന്നും റൺ ഓഫ് സോഡിന്റെ എനർജി നേരത്തെ തന്നെ നിങ്ങൾക്ക് വന്നതാണ്. ആ ഒരു ജീവിതത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് പോവുകയാണ്. സൺ എനർജിയിലേക്കാണ് വന്നിരിക്കുന്നത്. സൺ എനർജി എന്ന് പറയുന്നത് എന്താണ്? പ്രകാശത്തിൻ്റെതായ പുതിയ ഒരു ദിവസത്തിന്റെ പ്രതീക്ഷകൾ സഫലമാകുന്ന പുതിയ ഒരു ദിവസത്തിന്റെ എനർജിയാണിത്. അപ്പൊ ഈ ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കടക്കാൻ സാധിക്കുന്നു. ഇവിടെ അബണ്ടന്റ് ആകാൻ സാധിക്കുന്നു നിങ്ങൾക്ക് കൂടുതലായിട്ട്. അപ്പോൾ സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും ഒക്കെ പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു ഈ ഒരു സമയത്ത് എന്ന് കാണുന്നുണ്ട്. ഇന്നത്തെ ദിവസം കൂടുതലായിട്ട് നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു. ഹാപ്പിനെസ്സിലേക്ക് പോകാൻ സാധിക്കുന്നു. പല കാര്യങ്ങളിലും ഒരു സക്സസ് നേടിയെടുക്കാനും സാധിക്കുന്നു. ദുഃഖമൊക്കെ മാറിയിട്ട് ഇന്നൊന്ന് സന്തോഷിക്കാനുള്ള എനർജി ഇവിടെ വീണ്ടും വന്നിട്ടുണ്ട്. നേരത്തെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഒറാക്കിൾ കാർഡ്സ് കൂടെ ഒന്ന് നോക്കാവേ. ചിലർക്ക് പുതിയ വാഹനം വാങ്ങിക്കുക, അല്ലെങ്കിൽ വീട് വാങ്ങിക്കുക, അതുപോലെ ചിലപ്പോൾ വിവാഹം നടക്കാം, കുട്ടികൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ സെപ്പറേഷൻ ആണ്. ഇവിടെയും 1 ആണ്. കണ്ടില്ല, 11 ഒക്കെ വന്നിരിക്കുന്നു. ഇവിടെ 11 കാണുന്നവരുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യണേ കേട്ടോ കൂടുതലായിട്ടും.
അപ്പൊ ഇതൊക്കെ ഒരു അനുഗ്രഹത്തിൻ്റെതായ നമ്പറുകളാണ്, ബ്ലെസ്സിങ്സിന്റെ നമ്പറുകളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു സ്പിരിച്വൽ കണക്ഷന്റെ നമ്പറാണ്. അതാണ് സ്പിരിച്വൽ ലവ് ആണ് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ സെപ്പറേഷൻ, നിങ്ങൾ എന്ത് കാര്യത്തിലാണോ മറ്റുള്ളവരെ നിങ്ങളെ അടിച്ചമർത്തി കഴിഞ്ഞിരിക്കുന്നത് അവിടെ നിന്നും പുറത്തേക്ക് വരിക. മറ്റുള്ളവർ നിങ്ങളെ കെട്ടിപ്പൂട്ടിയിരുന്ന് നിങ്ങളെ ഒരു ബന്ധനത്തിലാക്കി വെച്ചുകൊണ്ട് അവർ പറയുന്നതനുസരിച്ച് ജീവിക്കേണ്ട ഗതികേടിലാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരിക. ആ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ്. നിങ്ങൾ വിജയിച്ച് വരണം എന്ന് നിങ്ങൾ തീരുമാനിക്കണം. എനിക്ക് വിജയിയാകണം, ഇവിടെ എനിക്ക് മുന്നോട്ട് വരണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മാത്രമേ അതിവിടെ സാധിക്കുകയുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിജയം സൃഷ്ടിക്കുന്നത് നിങ്ങളാണ്, നിങ്ങളുടെ പരാജയം സൃഷ്ടിക്കുന്നത് നിങ്ങൾ തന്നെയാണ്, അല്ലാതെ മറ്റാരുമല്ല. ഇനി അത്തരത്തിൽ നിങ്ങളെ എനർജി ഡൗൺ ആക്കുന്ന ഏതെങ്കിലും ചുറ്റുപാട് സാഹചര്യങ്ങളുണ്ട്, ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് വേണ്ടെന്ന് വെക്കാവുന്നതാണ്. അതാണ് ഏറ്റവും നല്ലത്. അത് വേണ്ടെന്ന് വെക്കാം. എന്നിട്ട് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും. അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അടിമയെ പോലെ പണിയെടുക്കേണ്ട യാതൊരാവശ്യവുമില്ല. ഫ്രീഡത്തിലേക്ക് വരൂ, ഫ്രീഡം നേടിയെടുക്കുക. അതാണ് അത്യാവശ്യമായിട്ടും ഇവിടെ പറയുന്നത്. ഇവിടെ കമ്പാരിസൺ ആണ്. മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് ജീവിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. മറ്റുള്ളവരെ നമ്മളുമായിട്ട് കമ്പയർ ചെയ്യരുത്. കാരണം അവരുടെ സ്വഭാവമല്ല നമ്മുടെ സ്വഭാവം, അവരുടെ കർമ്മയല്ല നമ്മൾ അനുഭവിക്കേണ്ടത്. നമ്മൾ പാസ്റ്റ് ലൈഫിൽ കൊടുത്തു വെച്ചത് എന്താണോ അത് നമുക്ക് തിരിച്ചു കിട്ടുകയാണ് ചെയ്യുന്നത്. അത് അവർക്കും അതുപോലെ തന്നെ തിരിച്ചു കിട്ടുന്നു. എല്ലാവർക്കും അങ്ങനെയാണ്. അതുകൊണ്ട് മറ്റൊരാളിൻ്റെത് കണ്ടിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. അവർക്കതുണ്ട്, ഇവർക്ക് ഇതുണ്ട്, എനിക്കതില്ല എന്ന് പറയാൻ പാടില്ല. ഒരിക്കലും ഡിവൈനോട് അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് ഒരു പരാതി പറയാനോ ഒന്നും പാടില്ലാത്ത കാര്യമാണ്. കമ്പാരിസൺ എന്ന് പറയുന്നത് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയുടെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് അത് വേണ്ട എന്നാണ് ഇവിടെ പറയുന്നത്. പലർക്കും ചില സ്വഭാവമുണ്ട്, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് ജീവിക്കുക. എന്തിന് അടുത്ത് താമസിക്കുന്നവരുമായിട്ട് കമ്പയർ ചെയ്യുക? അതൊന്നും വേണ്ട. എനിക്ക് ദൈവം തരാനുള്ളത് എനിക്ക് ദൈവം തരും. അതെപ്പോഴാണെങ്കിലും എനിക്ക് കിട്ടിയിരിക്കും. ഞാൻ നല്ല കർമ്മയാണോ ചെയ്യുന്നത്, എനിക്ക് അതിനുള്ള ഫലം കിട്ടും എന്ന് കരുതി തന്നെ പരിപൂർണമായ വിശ്വാസത്തിൽ ജീവിക്കുക. അവിടെയാണ് നിങ്ങൾക്ക് സക്സസ് വരുന്നത്. ഇവിടെ കണ്ടില്ലേ, ലവേഴ്സാണ് ഇവിടെ. ഐശ്വര്യവും സമൃദ്ധിയും സ്പിരിച്വൽ ലവ് ഇവിടെ ഉദയം ചെയ്യുന്നു. നിങ്ങൾക്കൊരു സ്പിരിച്വൽ ലവ് വരുന്നുണ്ട്, ഒരു സ്പിരിച്വൽ കണക്ഷൻ നിങ്ങൾക്ക് വരികയാണ് ഇവിടെ. നിങ്ങളെ ഏതോ വ്യക്തി അമിതമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അമിതമായ സ്നേഹമല്ല എങ്കിൽ പോലും ഒരു ദൈവികമായ ഒരു സ്നേഹം അത് നിങ്ങൾക്കിവിടെ ലഭിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് വേർപെട്ടു പോയവർ ചിലപ്പോൾ തിരിച്ചു വരാനായിരിക്കാം, അതുമല്ലെങ്കിൽ ഒരു പുതിയ തുടക്കത്തിലേക്ക് വരാനും ആയിരിക്കാം, ആരുടെയെങ്കിലും വിവാഹം നടക്കാനായിരിക്കാം ചിലപ്പോൾ. എന്തായാലും ഒരുപാട് സ്നേഹത്തോടു കൂടി നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേർന്നുകൊണ്ട് പുതിയൊരു ലൈഫിലേക്ക് പോകുന്ന എനർജിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല സാഹചര്യം, നല്ല സന്ദർഭമോ എന്തെങ്കിലും ഒന്ന് നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള എനർജിയാണ്. ഇത് നിങ്ങളെ കൂടുതൽ സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നു, ഐശ്വര്യത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് എക്സ്പീരിയൻസിങ് ആണ്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ ഒരുപാടുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവാം, ചിലപ്പോൾ 2-3 കണക്ഷനുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അവിടെ നിന്നൊക്കെ ഓരോ ബന്ധത്തിൽ നിന്നും നിങ്ങൾ ഓരോ പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പലരുടെയും ചീറ്റിങ്, ഇതൊക്കെ നിങ്ങൾക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ നമുക്ക് 10 ഓഫ് സോളിന്റെ എനർജി വന്ന് ചീറ്റിംഗ് ആണെന്ന് നമ്മൾ പറഞ്ഞതാണ് അല്ലേ? അപ്പൊ ഈ എന്തുകൊണ്ടാണ് ഇതൊക്കെ വരുന്നത്? നിങ്ങൾക്കൊരു ലെസൺ ലേൺ ചെയ്യാൻ വേണ്ടിയാണ്. യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ലെസൺ തരികയാണ്, നിങ്ങളിത് പഠിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കണം. നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയില്ല എങ്കിൽ പിന്നെ ആരെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരണം. എന്ത് പരീക്ഷണം നിങ്ങൾക്ക് ഡിവൈൻ തന്നിട്ടുണ്ടോ, യൂണിവേഴ്സ് തന്നിട്ടുണ്ടോ, അവിടെയെല്ലാം നിങ്ങൾക്കൊരു പാഠം പഠിക്കാൻ പറ്റും. അങ്ങനെ മുന്നോട്ട് വന്നാൽ ജീവിതം വളരെ നല്ല സക്സസ്സിലേക്ക് കൊണ്ടുവരാനും നിങ്ങളെ കൊണ്ട് സാധിക്കും. പല കാര്യങ്ങളെയും തിരിച്ചറിഞ്ഞ് വരാമല്ലോ. തിരിച്ചറിവ് ഉണ്ടാകാതിരിക്കുമ്പോഴല്ലേ പരാജയം ജീവിതത്തിൽ സംഭവിക്കുന്നത്, അല്ലേ?
അപ്പോൾ ആ പരാജയത്തിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. അതിനായിട്ടുള്ള പാഠങ്ങളാണ് അല്ലെങ്കിൽ പരീക്ഷകളാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത് എന്ന് മാത്രം വിചാരിക്കുക. യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. താങ്ക് യു യൂണിവേഴ്സ് എന്ന് എല്ലായ്പ്പോഴും പറയുക. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.